ഹലോ ഗൈസ്, പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിന്റെ പുറത്ത് കിട്ടിയതുമാതിരി ബാഗിൽ ഇട്ടുകൊണ്ട് ഇറങ്ങിയ ഒരു ട്രിപ്പാണിത്. ഇതുവരെ ഞാൻ പോയ ട്രിപ്പെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രിപ്പാണിത്. നമ്മൾ 3 പേര് കൂടിയിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത്. ഫറോക്കിന്ന് മംഗള കയറി ഡൽഹി പിടിക്കാനാണ് പ്ലാൻ. ഡൽഹി പോവാന് ഞാൻ ഈ ട്രെയിൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിന് വളരെ പതുക്കെയാണ് പോകുന്നത്. ഞങ്ങളിത് സെലക്ട് ചെയ്യാനുള്ള കാരണം സൺഡേ അവിടെ എത്തേണ്ടതുകൊണ്ടും വേറെ ട്രെയിനൊന്നും ഇല്ലാത്തത് കൊണ്ടുമാണ്. ട്രെയിനിലെ ഫുഡ് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 ദിവസം ബ്രെഡും ബട്ടറൊക്കെ കഴിച്ച് വേണം തള്ളി നീക്കാൻ. ജനറലിൽ പോണോണ്ട് തന്നെ ഉറങ്ങാന്നുള്ള കാര്യം ഭയങ്കര ടാസ്ക്കാണ്. രാവിലെ എണീറ്റ് പല്ല് തേപ്പും കഴിഞ്ഞ് പുറത്തോട്ട് നോക്കുമ്പോ ഇതുപോലെയുള്ള ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. പുറത്തോട്ട് നോക്കിയെന്നും കിടന്നുറങ്ങിയൊക്കെ ആദ്യത്തെ ദിവസം തള്ളി നീക്കി. 3-ാമത്തെ ദിവസം രാവിലെ തന്നെ പ്ലാൻ എല്ലാം മാറ്റി ആഗ്ര ഇറങ്ങി താജ്മഹൽ എല്ലാം കണ്ടിട്ടാവാം ഡൽഹിയിലേക്ക് എന്നായി. 2 ദിവസം ട്രെയിനിലിരുന്ന് എന്റെ മടുപ്പെല്ലാം മാറ്റാൻ വേണ്ടി ആദ്യം തന്നെ ഒരു കുളി പാസ്സാക്കി. കുളിയും കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറിയ പിന്നെ ഒരു പ്രത്യേക സമാധാനം. കേരളം വിട്ട് കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യം പോക്കാം. നൈസായിട്ട് ഫുഡും കഴിച്ച് റിക്ഷ പിടിച്ച് നമ്മൾ ഈ താജ്മഹൽ കാണാനുള്ള പോക്കാം. താജ്മഹൽ എല്ലാം കണ്ട് മതിയാവോളം ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അടുത്ത വണ്ടിക്ക് നേരെ ഡൽഹിക്ക് കയറി. നിസാമുദ്ദീനിൽ ഇറങ്ങി പിള്ളേരെയും കൊണ്ട് ഞാൻ നേരെ പോയത് എനിക്ക് അറിയാവുന്ന ഒരു ഫുഡ് സ്പോട്ടിലോട്ടാണ്. 2 വർഷം മുമ്പ് ഡൽഹി വന്നപ്പോ ഫ്രണ്ട്സ് പരിചയപ്പെടുത്തി തന്നൊരു ഷോപ്പാണിത്. 2 ദിവസം നല്ല ഫുഡൊന്നും കിട്ടാത്തതിന്റെ എല്ലാ സങ്കടവും ഇവിടെ തീർത്തു. കിടക്കാനുള്ള റൂമും തപ്പി ഓട്ടോ പിടിച്ച് പോകുമ്പോഴാണ് വാലന്റൈൻസ് ഡേന്റെ സ്റ്റാറ്റസും കണ്ടിരിക്കുന്ന സിംഗിൾ ആയ നമ്മുടെ ഫസ്ലുവിനെ കണ്ടത്.